നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. US സമ്മർദ്ദത്തിന് വഴങ്ങി റഷ്യൻ എണ്ണ വാങ്ങുന്നത് നിർത്തിയെങ്കിലും അവരുടെ 5ാം തലമുറ സ്റ്റെൽത്ത് വിമാനം സുഖോയ് 57E സോഴ്സ് കോഡ് സഹിതം വാങ്ങാൻ ഇന്ത്യ തയ്യാറെടുക്കുന്നു. 40 വിമാനങ്ങൾക്ക് ഉടൻ പ്രതിരോധ അക്വിസിഷൻ കൗൺസിൽ അനുമതി നൽകും. അത്യാധുനിക റഡാറുകളെ പോലും വെട്ടിച്ചു കുതിക്കാൻ ശേഷിയുണ്ട് സുഖോയ് 57-ന്. ശബ്ദത്തിന്റെ 2 ഇരട്ടി വേഗത അമേരിക്കയുടെ F-35നോട് കിടപിടിക്കും. അത്രയേറെ സൗകര്യങ്ങളോടുകൂടിയിട്ടാണ് പുതിയ യുദ്ധവിമാനങ്ങൾ ഇന്ത്യയിലേക്ക് എത്താൻ പോകുന്നത്. പാകിസ്ഥാനുമായി കൈകോർത്ത് ചൈന നടത്തുന്ന നെറുകെട്ട കളികൾക്ക് അറുതി വരുത്താനുള്ള തീരുമാനമാണ് Su-57 വാങ്ങുന്നതിലൂടെ ഇന്ത്യ എടുത്തിരിക്കുന്നത്. 3.25 ലക്ഷം കോടിയുടെ റഫാൽ യുദ്ധവിമാന കരാർ നടപ്പിലായാൽ ഉടൻ തന്നെ ഇന്ത്യ റഷ്യയിൽ നിന്ന് 5ാം തലമുറ യുദ്ധവിമാനമായ Su-57 വാങ്ങിയേക്കുമെന്നാണ് റിപ്പോർട്ട്. ചൈനയുടെ അത്യാധുനിക 5ാം തലമുറ യുദ്ധവിമാനങ്ങളായ J-20, J-35 എന്നിവ ഉയർത്തുന്ന സുരക്ഷാ ഭീഷണി നേരിടുന്നതിന് വേണ്ടിയാണ് താൽക്കാലിക സ്റ്റെൽത്ത് പ്രതിരോധമെന്ന നിലയിൽ നിശ്ചിത എണ്ണം Su-57 വാങ്ങുക. പ്രതിരോധ മന്ത്രാലയവും ഇന്ത്യൻ വ്യോമസേനയും തമ്മിൽ നടത്തിയ അടിയന്തര ചർച്ചകൾക്ക് ശേഷമാണ് ഈ നിർണായക തീരുമാനം. ഇന്ത്യ സ്വന്തമായി വികസിപ്പിക്കുന്ന അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് സേനയുടെ ഭാഗമാകാൻ 10 വർഷത്തോളം സമയമെടുക്കും. അതുവരെ താൽക്കാലിക സംവിധാനമായാണ് Su-57 വിമാനങ്ങളെ പരിഗണിക്കുന്നത്. പാകിസ്ഥാന് അത്യാധുനിക വിമാനങ്ങൾ നൽകുമെന്ന് ചൈന പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഇന്ത്യയുടെ വ്യോമ പ്രതിരോധം ശക്തമാക്കേണ്ടത് അനിവാര്യമായിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് അടിയന്തര പ്രാധാന്യം കണക്കിലെടുത്ത് റഷ്യയുമായി പ്രതിരോധ ഇടപാടിനൊരുങ്ങുന്നത്. ഈ യുദ്ധവിമാനങ്ങൾ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുന്ന തരത്തിലുള്ള കരാറാകും ഉണ്ടാക്കുക. മഹാരാഷ്ട്രയിലെ നാസിക്കിലുള്ള ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ഡിവിഷനിലാകും ഈ വിമാനങ്ങൾ നിർമ്മിക്കുക. നിലവിൽ സുഖോയ് 30 MKI യുദ്ധവിമാനങ്ങളാണ് ഇവിടെ നിർമ്മിക്കുന്നത്. ഈ പ്ലാന്റിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തി Su-57 നിർമ്മാണത്തിന് ഉപയോഗിക്കാൻ സാധിക്കും. റഷ്യയിൽ നിന്നുള്ള സാങ്കേതിക കൈമാറ്റത്തിലൂടെ വിമാനത്തിന്റെ 40 മുതൽ 60% ഭാഗങ്ങൾ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാൻ സാധിക്കുമെന്ന് കരുതപ്പെടുന്നു. ഇതിനായി ഏകദേശം 5000 മുതൽ 7000 കോടി രൂപ വരെ ചിലവ് പ്രതീക്ഷിക്കുന്നു. അമേരിക്കയുടെ F-35 പരിഗണനയിലുണ്ടെങ്കിലും ഇന്ത്യൻ നിർമ്മിത ആയുധങ്ങൾ അവയിൽ ഘടിപ്പിക്കുന്നതിലുള്ള കർശന നിയന്ത്രണങ്ങൾ കാരണമാണ് ഇന്ത്യ Su-57 വിമാനങ്ങൾക്ക് മുൻഗണന നൽകുന്നത്. മുൻപ് 2007-ൽ റഷ്യയുമായി ചേർന്ന് 5ാം തലമുറ വിമാനം വികസിപ്പിക്കാനുള്ള പദ്ധതിയിൽ നിന്ന് ഭാരിച്ച ചിലവ് കാരണം 2018-ൽ ഇന്ത്യ പിന്മാറിയിരുന്നു. എന്നാൽ നിലവിലെ പ്രാദേശിക സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് ഈ പദ്ധതിയുമായി മുന്നോട്ടു പോകാനാണ് തീരുമാനം. ശത്രു റഡാറുകൾക്ക് പെട്ടെന്ന് കണ്ടെത്താൻ കഴിയാത്ത വിധത്തിലുള്ള അത്യാധുനിക സ്റ്റെൽത്ത് ഫീച്ചറുകൾ ഈ വിമാനത്തിന്റെ പ്രത്യേകതയാണ്. വിമാനത്തിനുള്ളിൽ ഘടിപ്പിച്ചിട്ടുള്ള ഓൺബോർഡ് സെൻസറുകൾ ശത്രുക്കളെ നിരീക്ഷിക്കാനും അതുപോലെ തന്നെ വിവരങ്ങൾ ശേഖരിക്കാനും സഹായിക്കും. മാത്രമല്ല സാങ്കേതിക വിദ്യ കൈമാറ്റം ഇന്ത്യയുടെ AMCA പദ്ധതിയെ കൂടുതൽ കാര്യക്ഷമമാക്കുകയും ചെയ്യും. പുനരുപയോഗിക്കാവുന്ന ബഹിരാകാശ വിമാനം 4ാം തവണയും ചൈന ഭ്രമണപഥത്തിൽ എത്തിച്ചതോടെയാണ് ഇന്ത്യ പുതിയ നീക്കങ്ങൾ തുടങ്ങിയത്. അതീവ രഹസ്യമായാണ് ചൈനയുടെ നീക്കങ്ങൾ എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ബഹിരാകാശ വിമാനം 4ാം തവണയും വിക്ഷേപിച്ചതിലൂടെ എന്ത് ദൗത്യമാണ് ചൈന ലക്ഷ്യമിടുന്നത് എന്ന കാര്യം അജ്ഞാതമായി തുടരുകയാണ്. നിരീക്ഷകർ ഡിവൈൻ ഡ്രാഗൺ എന്ന അർത്ഥം വരുന്ന ഷെല്ലോങ് എന്നാണ് ഈ ബഹിരാകാശ പേടകത്തെ വിശേഷിപ്പിക്കുന്നത്. ഫെബ്രുവരി 7-ന് വടക്ക് പടിഞ്ഞാറൻ ചൈനയിലെ ജിയുക്വാൻ സാറ്റലൈറ്റ് ലോഞ്ച് സെന്ററിൽ നിന്നും ലോങ് മാർച്ച് 2F റോക്കറ്റ് ഉപയോഗിച്ചാണ് വിക്ഷേപണം നടത്തിയത്. 2020-ൽ ആരംഭിച്ച വിക്ഷേപണങ്ങളുടെ പരമ്പരയിൽ ഒടുവിലത്തേതാണിത്. ചൈനീസ് വൃത്തങ്ങൾ അധികൃതർ പേടകത്തെക്കുറിച്ചും അതിന്റെ ലക്ഷ്യങ്ങളെക്കുറിച്ചും എത്ര കാലം ഭ്രമണപഥത്തിൽ തുടരും എന്നതിനെക്കുറിച്ചും നാമമാത്രമായ വിവരങ്ങൾ മാത്രമാണ് പുറത്തുവിട്ടിട്ടുള്ളത്. ഭാവിയിലെ സമാധാനപരമായ ആവശ്യങ്ങൾക്കായി സൗകര്യപ്രദവും താങ്ങാനാവുന്നതുമായ ബഹിരാകാശ യാത്രകളെ പിന്തുണയ്ക്കുന്ന സാങ്കേതിക വിദ്യ പരീക്ഷിക്കുന്നതിന്റെ ഭാഗമാണ് ഈ വിക്ഷേപണമെന്ന് സർക്കാരിനെ ഉദ്ധരിച്ച് ചൈനയിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ വാഹനത്തിന്റെ രൂപകൽപ്പന, പേലോഡുകൾ, പ്രവർത്തനം എന്നിവ സംബന്ധിച്ച വിശദാംശങ്ങൾ അധികം പുറത്തുവിട്ടിട്ടില്ല. ദുരൂഹത നിലനിൽക്കുന്നതിനാൽ ഉപഗ്രഹ ഡാറ്റ, അമച്വർ നിരീക്ഷണങ്ങൾ, ഭ്രമണപഥ ട്രാക്കിംഗ് എന്നിവയിൽ നിന്നുള്ള സൂചനകൾ നിരീക്ഷകർ ശേഖരിച്ചു വരികയാണ്. മുമ്പത്തെ ഷെല്ലോങ് ദൗത്യങ്ങൾ ഏതാനും ദിവസങ്ങൾ മാത്രം 8 മാസത്തിൽ കൂടുതൽ വരെ നീണ്ടു നിന്നിട്ടുണ്ട്.
ബഹിരാകാശ വിമാനം ചെറിയ വസ്തുക്കൾ ഭ്രമണപഥത്തിലേക്ക് പുറന്തള്ളിയതായി നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ചെറിയ ഉപഗ്രഹങ്ങളോ ടെസ്റ്റ് ഹാർഡ്വെയറോ ആയിരിക്കാം ഇവയെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. US സ്പേസ് ഫോഴ്സ് പ്രവർത്തിപ്പിക്കുന്ന ബോയിങ് X-37Bയുമായി സാമ്യമുള്ളതാണ് ഈ ബഹിരാകാശ പേടകമെന്നാണ് സൂചനകൾ. അമേരിക്കൻ പേടകങ്ങളെ പോലെ ഷെല്ലോങ്ങിലും താഴ്ന്ന ഭ്രമണപഥത്തിൽ സാധാരണ ഉപഗ്രഹങ്ങൾക്ക് സാധ്യമാകുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് വിലയിരുത്തപ്പെടുന്നു. എന്നാൽ ഇവയെല്ലാം ഊഹാപോഹങ്ങൾ മാത്രമാണ്. രഹസ്യാത്മകത നിലനിർത്തുമ്പോഴും ചൈനയുടെ ഇത്തരം വാഹനങ്ങളുടെ ആവർത്തിച്ചുള്ള വിക്ഷേപണങ്ങൾ പുനരുപയോഗിക്കാവുന്ന ബഹിരാകാശ പേടക സാങ്കേതിക വിദ്യയിൽ രാജ്യത്തിന്റെ വളർന്നു വരുന്ന താല്പര്യങ്ങളെ അടിവരയിടുന്നതാണ്. ഇവയ്ക്ക് ഭ്രമണപഥത്തിലെ സർവീസിംഗ്, ഉപഗ്രഹ വിന്യാസം എന്നിവ അടക്കമുള്ളവയെ പിന്തുണയ്ക്കാൻ കഴിയും. എന്നിരുന്നാലും ഷെല്ലോങ്ങിന്റെ ഏറ്റവും പുതിയ ദൗത്യത്തിന്റെ കൃത്യമായ ലക്ഷ്യം അജ്ഞാതമായി തുടരുകയാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉച്ചകോടിക്കായി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഇന്ത്യയിൽ എത്തുന്നതിന് മുന്നോടിയായി പ്രതിരോധ മന്ത്രാലയം നിർണായകമായ ഒരു തീരുമാനത്തിലേക്ക് കടക്കുകയാണ്. 114 റഫേൽ യുദ്ധവിമാനങ്ങൾ കൂടി വാങ്ങാനുള്ള 3.25 ലക്ഷം കോടി രൂപയുടെ കരാറിന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അധ്യക്ഷനായ ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ ഈ മാസം അംഗീകാരം നൽകാൻ സാധ്യതയുണ്ട്. ഈ കരാർ യാഥാർത്ഥ്യമായാൽ വ്യോമസേനയുടെ കരുത്ത് ഇരട്ടിയാകും. നിലവിൽ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് 30 യുദ്ധവിമാന സ്ക്വാഡ്രോണുകൾ മാത്രമാണുള്ളത്. അനുവദിക്കപ്പെട്ട 42 സ്ക്വാഡ്രോണുകൾ എന്ന ലക്ഷ്യത്തേക്കാൾ ഇത് വളരെ കുറവാണ്. പാകിസ്ഥാനിൽ നിന്നും ചൈനയിൽ നിന്നുമുള്ള ഭീഷണികൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഈ കുറവ് നികത്താൻ 114 റഫാലുകൾ ആവശ്യമാണത്രേ. കരാർ പൂർത്തിയാകുന്നതോടെ നിലവിലുള്ളവയും നാവികസേനയുടെ 26 വിമാനങ്ങളും ചേർത്ത് ഇന്ത്യയുടെ കൈവശം ഏകദേശം 150ലധികം റഫാലുകളുടെ ഒരു വമ്പൻ വ്യൂഹം തന്നെ ഉണ്ടാകും. 4.5 ജനറേഷൻ വിമാനങ്ങളിലെ രാജാവ് 5ാം തലമുറ യുദ്ധവിമാനമായ അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് വികസിപ്പിക്കാൻ സമയമെടുക്കുന്നതിനാലും തേജസ് മാർക്ക് 1A നിർമ്മാണം എഞ്ചിൻ ലഭ്യതക്കുറവ് മൂലം മന്ദഗതിയിലായതിനാലും റഫാൽ പോലുള്ള ഒരു 4.5 ജനറേഷൻ പ്ലസ് വിമാനം ഇന്ത്യക്ക് അനിവാര്യമാണ്. ഓപ്പറേഷൻ സിന്ദൂർ പോലുള്ള ദൗത്യങ്ങളിൽ റഫാലിന്റെ ആക്രമണശേഷി ഇന്ത്യ നേരിട്ട് കണ്ടതാണ്. 18 വിമാനങ്ങൾ ഫ്രാൻസിൽ നിന്ന് നേരിട്ട് പറന്നെത്തും. ബാക്കി 96 എണ്ണം ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കും. ഇതിൽ 60% തദ്ദേശീയ ഘടകങ്ങൾ ഉപയോഗിക്കും. ഡസോൾട്ട് ഏവിയേഷനും ഇന്ത്യൻ സ്വകാര്യ കമ്പനികളും ചേർന്നാകും ഇത് നിർമ്മിക്കുക. 88 സിംഗിൾ സീറ്ററുകളും 26 ട്വിൻ സീറ്ററുകളുമാണ് പദ്ധതിയിലുള്ളത്. പാകിസ്ഥാനും ചൈനയും തമ്മിലുള്ള സൗഹൃദം ഇന്ത്യക്ക് വെല്ലുവിളിയായിരുന്നു. എന്നാൽ ഇപ്പോൾ പാകിസ്ഥാനും ബംഗ്ലാദേശും തമ്മിലുള്ള വർദ്ധിച്ചു വരുന്ന തന്ത്രപരമായ യോജിപ്പും സുരക്ഷാ ഉദ്യോഗസ്ഥർ ഗൗരവത്തോടെയാണ് കാണുന്നത്. ഈ സാഹചര്യത്തിൽ അതിർത്തികളിൽ സമ്പൂർണ്ണ ആധിപത്യം സ്ഥാപിക്കാൻ റഫേൽ അനിവാര്യമാണ്. ദൈനംദിന സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റാൻ രാജ്യാന്തര നാണയനിധിയുടെ ഉൾപ്പെടെ രക്ഷാ പാക്കേജിനായി യാചിക്കുന്ന പാകിസ്ഥാൻ ചൈനയിൽ നിന്ന് 40 യുദ്ധവിമാനങ്ങൾ വാങ്ങാൻ ഒരുങ്ങുന്നതും വാർത്തയായി.